കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണിക്കണ്ണന്റെ കളഭാലങ്കാരം കാണാൻ നല്ല കഴുതകണ്ട്. ലേശം വലിയ ആളെ പോലെ, അച്ഛനെ പോലെ ഞാനും വലിയ ആളാണ്, നന്ദഗോപുരെ പോലെ വലിയ ആളാന്നുള്ള ഭാവത്തിൽ ഉണ്ണിക്കണ്ണന്റെ വേഷം കെട്ട് ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് അച്ഛനെ ലേശം വലുതായിട്ട്. വലിയൊരു പാവമുണ്ട കൊടുത്തിട്ടുണ്ട്. നല്ല കസവോടുകൂടി കരയോടുകൂടി നല്ല വെളുത്ത പാവമുണ്ട് കൊടുത്തിട്ടുണ്ട്. അരയില് ഒരു വയലറ്റ് കസവുള്ള പട്ട് അരയിൽ കെട്ടിയിട്ടുണ്ട്. അച്ഛനങ്ങനെയാണ്, നന്ദഗോപുരം അങ്ങനെയാണ്. അതേപോലെ വേഷം കെട്ടി നിൽക്കണം എനിക്കെന്നുള്ള ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ. യശോദമ്മ അതുപോലെ വേണ്ട പോലെ വലിയ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഉത്തരിയും കൊണ്ട് അരയിലൊരു കെട്ടൊക്കെ കെട്ടി നന്ദഗോപുരം പോലെ വേഷം കെട്ടിച്ചു. ഉണ്ണിക്കണ്ണന് ഇതിൽ പറഞ്ഞ സന്തോഷമില്ല, എപ്പോഴും വലിയ ആളാവണം എന്നുള്ള മോഹാക്കണ്ണന്. അങ്ങനെയാണ് ആ അമ്പാടിയിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ സ്വഭാവം. കഴുത്തിൽ നല്ല അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കേട്ടോ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പൊരിച്ച മാല, ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ദേശം വലിയ ആളായുള്ള നിപ്പാണ്. ആ നിപ്പിൽ തന്നെ ഉണ്ട് ഞാൻ വലുതായി എന്നുള്ള ഒരു ഗോഷ്ടിയൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ല, അതുപോലത്തെ ആ ഭാവത്തിലാണ് നിൽക്കുന്നത്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു താമരപ്പൂ കൊടുത്തിട്ടുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കോഴം പിടിച്ചു. ആ ഓടക്കോഴം മാറോട് ചേർത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഈ ഓടക്കോഴം താമരപ്പൂ ഒക്കെ വലിയ ആളായിട്ട് നിൽക്കല് വെച്ചാൽ ഇതൊക്കെ എനിക്ക് എപ്പോഴും വേണം എന്നുള്ള ഭാവത്തിലാണ് ഓടക്കോഴം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. താമരപ്പൂ വലത്തെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കണ വലിയ ഉണ്ണിയായിട്ട് നിൽക്കണ, വലിയ ഉണ്ണിയായിട്ട് നിൽക്കണ ചെറിയ ഉണ്ണിയുടെ ഭാവം. അങ്ങനെ നല്ല രസമായിട്ടാണ്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. എന്നാ നല്ല ഗൗരവം. ഞാൻ അച്ഛനെ പോലെ നന്ദഗോപുരം പോലെ വലിയ ആളായി എന്നുള്ള ഭാവത്തിലുള്ള ഒരു മുഖഭാവത്തോടു കൂടി നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമ്മളെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആ ശ്രീലക തമ്പാടിയിലെ പല പല ഭാവങ്ങൾ ഇങ്ങനെ ചാർത്തുന്നത് കേട്ടോ. അത്ര രസമായിട്ട് നമ്മളെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. സന്തോഷമായില്ലേ എന്നുള്ള ഭാവത്തിലെ ഭക്തന്മാർക്ക് നല്ല സന്തോഷമായി ഗുരുവായൂരപ്പ. അതുപോലെ എന്താ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിരീടത്തിന് മുകളിലത് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ട് ഇടയിൽ കുറച്ച് തുളസിയുണ്ട്. അങ്ങനെയായിട്ട് അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിലൊരു ഉണ്ടമാലയാണ് ചാർത്തി. ആ ഉണ്ടമാല നല്ല കൗതുകം, നല്ല ചോന്ന താമര പൂവ്, അതിനിടയിൽ തെച്ചിപ്പൂവ്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുക രണ്ടും കാണാൻ. ആ തടിച്ചുരുണ്ട ഉണ്ടമാലയും 3 തിരുമുടിമാലയും അതിൻ്റെ നടുവിലാണ് വലിയ ആളായിട്ട് നിൽക്കുന്നത്. ഈ തിരുമുടിമാലകൾ നമ്മോട് വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ എല്ലാം തെച്ചിൻ തുളസിയുള്ള ഉണ്ടമാലകളാണ്. അതും നല്ല ഭംഗിയുണ്ട് വിധാനമായിട്ട് ചാർത്തിരിക്കുന്നത്. അത് നല്ല കൗതുക. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും ഒക്കെ നടുവിൽ യശോദമ്മ പൊന്നുണ്ണിക്കണ്ണനെ വലിയ മുണ്ടക്കൊടിപ്പിച്ച് അരയിലൊരു കെട്ടൊക്കെ വയലറ്റ് കസവുള്ളൊരു ഇത് അരയിലൊക്കെ കെട്ടി വലിയ ആളായിട്ട് നിർത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനും അതേ ഭാവത്തിൽ നിൽക്കണം. നല്ല കൗതുക, കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും നമുക്ക്. അത്ര രസമായിട്ട് ചെറിയ ഉണ്ണിക്കണ്ണൻ വലിയ ആളായി എന്നുള്ള ഭാവത്തിലാണ് നിൽക്കണമെന്ന് അർത്ഥം. അത്ര രസമായിട്ടാണ്. ഞാൻ നല്ല സന്തോഷത്തിലാണ് ഗുരുവായൂരപ്പ. നാരായണ. ഗർഗന്നെഴും വൃഷ്ണി പുരോഹിതത്വം പണ്ടേ എനിക്കകേകിയിരുന്നുവെങ്കിൽ ലാവണ്യമെന്നോ അനുരാഗമെന്നോ കൃഷ്ണനു ഞാൻ പേരിടുമായിരുന്നു. മുനീന്ദ്രൻ നെഞ്ചിന് മറക്കഴമ്പേ, പുളിന്തി തൻ കണ്ണിന് പൊൽത്തിടമ്പേ, യശോദ തൻ കയ്യിനു നൽത്തഴമ്പേ, പശുക്കൾ തൻ നാവിനു തേൻ കുഴമ്പേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ ശ്രീലകത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ വലിയ ആളായ ഭാവത്തിൽ വലിയ മുണ്ടക്കൊടുത്ത് ഞാൻ നന്ദഗോപുരമായിട്ട് അച്ഛൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പോണ ഭാവത്തിലാണ് നിൽക്കണത്. അത്ര രസമായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകണ്ട് കാണാം. വലിയ മുണ്ടക്കൊടുത്ത് അരക്കെട്ടൊക്കെ കെട്ടി നല്ല രസമായിട്ട് നല്ല സന്തോഷം കണ്ട ഉണ്ണിക്കണ്ണൻ്റെ ആ ഭാവം. നാരായണ, ആ രൂപം മനസ്സിലങ്ങനെ വിചാരിക്കുക. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം ഉണ്ടല്ലോ, ആ തളകെട്ടിയ തൃപ്പാദം, ആ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക. തൃപ്പാദം ആ തൃപ്പാദമൊക്കെ അങ്ങനെ തടയുന്ന അത്ര കാണില്ല, വലിയ മുണ്ട കൊടുത്തിട്ടാണ് നിൽക്കണേ. അപ്പോൾ തടയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ പുഞ്ചിരി തൂക്കി എന്നാൽ കേമനാണ് എന്നുള്ള ഭാവത്തിൽ ആ മുഖത്തേക്ക് നോക്കി ഉറക്കെ അങ്ങോട്ട് നാമം ജപിക്കാം. കണ്ണൻ ഇതിൽ പരം വേറെ ഒന്നുമില്ല. ഭക്തന്മാർ ഉറക്ക നാമം ജപിച്ചാൽ കണ്ണൻ കൂടെ നടക്കും. അങ്ങനെയാ, അത്ര ഇഷ്ടമാണ് കണ്ണന്. അങ്ങനെ ആ കണ്ണൻ്റെ നാമം ഉറക്കെ ജപിക്കല്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.